ചൂട് കാലത്ത് കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചൂടുകുരു അഥവാ പ്രിക്ലി ഹീറ്റിന്റെ പ്രോബ്ലം. ഈ ചൂടുകുരുവിന്റെ കാരണങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളും ചില ഹോം റെമഡീസിനെ കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂടുകുരു ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വേർപ്പ് ഗ്രന്ഥിയിൽ നിന്ന് പ്രോപ്പറായിട്ട് വേർപ്പ് ഒഴുകാതെ വരികയും അത് ബ്ലോക്ക് ആകുന്ന സമയത്ത് ആ വിയർപ്പ് അവിടെ കെട്ടിക്കിടന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ചൂടുകുരു ഉണ്ടാകുന്നത്. കുഞ്ഞിക്കുട്ടികളിൽ ഇത് കൂടുതലായിട്ടും കാണുവാനുള്ള കാരണം എന്ന് പറയുന്നത് കുഞ്ഞിക്കുട്ടികളിൽ വിയർപ്പ് ഗ്രന്ഥി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. വിയർപ്പ് ഗ്രന്ഥിയുടെ സുഷിരങ്ങൾ വളരെ ചെറുതുമായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ ആക്റ്റീവായിട്ടും കൂടുതൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിയർപ്പ് അവിടെ കെട്ടിക്കിടക്കുകയും കുഞ്ഞുങ്ങളിൽ ധാരാളമായിട്ട് ഈ ഒരു ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് കാണുന്നുണ്ട്. മുതിർന്നവരാകുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഏൽക്കുന്ന സമയത്ത് കുറച്ച് നേരം ഫാനിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ കുറച്ച് AC-യുടെ ഇതിലോ അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് അവർ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ശരീരം കുറച്ച് പെട്ടെന്ന് തന്നെ തണുപ്പിക്കുവാനും അതുപോലെ തന്നെ വേർപ്പ് വരുന്ന സമയത്ത് ചിലപ്പം ഒപ്പുവാനും അവർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവരിൽ ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് താരതമ്യേന കുറച്ച് കുറഞ്ഞാണ് കണ്ടുവരുന്നത്. ചൂടുകുരു പ്രധാനമായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തും നെറ്റിയിലും മറ്റ് ശരീരഭാഗങ്ങളിലും ഒക്കെ നമ്മൾ ഈ ചൂടുകുരു കണ്ടുവരാറുണ്ട്. ചെറിയ ചുമന്ന കുരുക്കളോടുകൂടിയും ചെറുതായിട്ടുള്ള ചൊറിച്ചിലും അതുപോലെ തന്നെ കുത്തുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ചൊറിച്ചിലുമാണ് നമുക്ക് സാധാരണയായിട്ട് ഈ ഒരു ചൂടുകുരുവിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ചിലവർക്ക് ഇത് വളരെയധികം കൂടുതലായിട്ട് വലിയ കുരുക്കളായിട്ടും ചിലപ്പോൾ പഴുപ്പ് നിറഞ്ഞ കുരുക്കളായിട്ടും കാണപ്പെടാറുണ്ട്. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് അമിതമായിട്ട് ഉള്ളവരാണെങ്കിൽ കൂടുതൽ സമയം വെയിലത്ത് പോകുകയും അമിതമായിട്ട് വേർക്കാതെയും ഒന്ന് ജസ്റ്റ് ശ്രമിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ കറുപ്പ് നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. പോളിസ്റ്റർ ഡ്രസ്സുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കുഞ്ഞിക്കുട്ടികളിൽ വളരെ അയഞ്ഞതും കോട്ടൺ വസ്ത്രങ്ങളും ധരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കുഞ്ഞു കുട്ടികളിലേക്ക് വരുമ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പെട്ടെന്ന് നനവാകുന്ന സമയത്ത് തന്നെ അത് ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നനവോടുകൂടി കുറെ മണിക്കൂറുകൾ വെക്കുന്ന സമയത്ത് ഡയപ്പർ റാഷസ് വരുവാനും ചൊറിച്ചിലും അവിടെ ഇൻഫെക്ഷൻസ് വരുവാനും ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യാനും നല്ല തണുത്ത വെള്ളത്തിൽ അവിടെ വാഷ് ചെയ്തിട്ട് കോട്ടൺ ക്ലോത്തിൽ നമ്മളത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു മറ്റൊരു ഡയപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിന്റെ ഡയപ്പറോ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കോട്ടന്റെ ക്ലോത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മാക്സിമം ഡയപ്പർ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ചൂടുകുരുവിനെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി നന്നായിട്ട് ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ദിവസവും 2 നേരം നമ്മൾ കുളിക്കേണ്ടതാണ്. തണുത്ത വെള്ളത്തിൽ നമുക്ക് കുളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഒരു തുണി ഉപയോഗിച്ച് ശരീരം നന്നായിട്ട് തുടയ്ക്കേണ്ടതാണ്. അതിനുശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്യേണ്ടതാണ്. 2 നേരം കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ചെറിയ വാം വാട്ടറിൽ നമുക്ക് കുളിപ്പിക്കാവുന്നതാണ്. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ആക്റ്റീവ് ആവുകയും കളിക്കുന്ന സമയമാണ്. സോ അങ്ങനെ കളിച്ച് വേർത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഇടസമയങ്ങളാണെങ്കിൽ നമ്മൾ അവരുടെ ശരീരത്തിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ച് കോട്ടൺ തുണി വെച്ചിട്ട് ആ വേർപ്പ് ഒപ്പുകയും കുറച്ചു നേരം ഫാനിന്റെയോ AC-യുടെയോ ചുവട്ടിൽ ഇരുത്തിയതിനു ശേഷമേ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. വിയർപ്പ് തുടയ്ക്കാതെ അതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വിയർപ്പ് കെട്ടിക്കിടന്ന് ഈ ഒരു ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് കൂടാൻ ഇതൊരു കാരണമാവുന്നുണ്ട്. ചൂടുകുരു മാറ്റുവാനായിട്ടുള്ള ചില ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അലോവേരയുടെ ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് ദിവസേന നമുക്ക് ശരീരത്ത് തേച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആര്യവേപ്പിന്റെ ഇല ഇട്ടിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അതിൽ കുളിക്കാം. മഞ്ഞളിട്ട വെള്ളം തിളപ്പിച്ചതിന് ശേഷവും നമുക്ക് അതിൽ വേണമെങ്കിൽ നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. അമിതമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കലാമിൻ ലോഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഐസ് പാക്ക് നമുക്ക് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് എടുത്ത് നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചൂടുകുരുവുള്ള ഭാഗത്ത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുന്നത് നമുക്ക് ചൂടുകുരുവിന്റെ ചൊറിച്ചിലും അതുപോലെ തന്നെ ചുമപ്പും ഒക്കെ മാറ്റുവാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഡെയിലി നമ്മൾ ഇതൊരു 2 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് ഒരു 1 വീക്ക് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ
തുടക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചൂടുകുരു നമുക്ക് ഈ ഒരു ടിപ്സിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ചൂടുകുരുവിന് വേണ്ടിയിട്ട് പലരും പല പൗഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായിട്ട് വേർതിരിക്കുന്ന സമയത്ത് ചൊറിച്ചിൽ വളരെയധികം കൂടുതലായിരിക്കും. സോ അപ്പൊ തന്നെ നമ്മൾ ആ ഒരു പൗഡർ ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേർപ്പ് ഗ്രന്ഥികൾ നമുക്ക് പിന്നെയും ബ്ലോക്ക് ആകുകയും ഈ ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് ദീർഘകാലം നിൽക്കുകയും പിന്നീട് ചൊറിച്ചിൽ പിന്നീട് കൂടുകയും ആ ചൂടുകുരു കൂടുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. ചൂടുകുരുവിന്റെ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം വിയർപ്പ് ഫുള്ള് റിമൂവ് ചെയ്തതിനു ശേഷം വളരെ മൈൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പൗഡേഴ്സ് മാത്രം നമ്മൾ വേണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നനഞ്ഞ ഒരു പ്രതലത്തിലേക്ക് നമ്മൾ ഈ ഒരു പൗഡർ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ആ വിയർപ്പ് ഗ്രന്ഥി പിന്നെയും ബ്ലോക്ക് ആകുകയും ചൂടുകുരു കൂടുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. 1 വീക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ചൂടുകുരുവിന്റെ പ്രോബ്ലംസ് മാറുന്നില്ല, ഈ ഒരു ഹോം റെമഡീസിൽ മാറുന്നില്ല, അത് കൂടുതലായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ചൊറിച്ചിൽ അമിതമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുരുക്കൾ വളരെ വലുതാവുകയും പഴുപ്പ് നിറഞ്ഞ കുരുക്കളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്, മറ്റ് അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഹോമിയോപ്പതിയിലും ഈ ചൂടുകുരുവിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.